ഇത് കോഴിക്കോട് വലിയങ്ങാടി. ഞായറാഴ്ച ആയതിനാൽ കടകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ലോഡുമായി വന്ന ലോറികളാണിത്. മുൻപും ഞാൻ ഇതേ തെരുവിലൂടെ പല പ്രാവശ്യം പകൽ സമയം വന്നിട്ടുണ്ട്. അന്നെല്ലാം ഇവിടെ കടകൾ സജീവമാണ്. നല്ല തിരക്കായിരുന്നു. വാഹനങ്ങൾ ഇതേപോലെ പോകാൻ പറ്റാതെ ട്രാഫിക് ജാം ഉണ്ടായ അനുഭവമാണ് ഉണ്ടായത്. എന്നാൽ ഞായറാഴ്ചയായതിനാൽ സുഗമമായി യാത്ര ചെയ്യാൻ കഴിയും. ഈ അങ്ങടിയുടെ മറ്റൊരറ്റത്താണ് റെയിൽവേ സ്റ്റേഷനും അതിന് തൊട്ട് തന്നെയാണ് മിഠായി തെരുവ്. ഞാൻ മിഠായി തെരുവിലേക്കുള്ള യാത്രയിലാണ്. കോഴിക്കോട് വലിയങ്ങാടിയുടെ രാത്രി കാഴ്ച. ഈ തെരുവിൻ്റെ കിഴക്കുവശം റെയിൽവേ സ്റ്റേഷനും പടിഞ്ഞാറ് വശം ബീച്ചുമാണ്. ബീച്ചിൽ നിന്നും വരുന്ന വാഹനങ്ങളാണ് ഈ കാണുന്നത്. ഇത് കോഴിക്കോട് വലിയങ്ങാടിയുടെ പടിഞ്ഞാറ് വശം ബീച്ച് സൈഡാണ്. ഇവിടെ 2 ജ്യൂസ് കടയുണ്ട്. പിസ്ത കട ആണ്. ഞാൻ പോകുമ്പോഴും ഇതുപോലെ തിരക്കുണ്ടായിരുന്നു. പിസ്ത കടയിൽ നിന്നും ഞാനും ഒരു പിസ്ത വാങ്ങി. നല്ല സ്വാദുള്ള പിസ്ത ജ്യൂസാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്ക് കാണുന്നത്. ഈ തെരുവിൽ ആളുകളില്ലെങ്കിലും ഈ 2 പിസ്ത കടയുടെ മുൻപിൽ ധാരാളം ആളുകൾ ഉണ്ട്. ഇത് കോഴിക്കോട് സൗത്ത് ബീച്ച് സൈഡാണ്. ആ കാണുന്ന ബോർഡ് ഗുജറാത്ത് തെരുവിൻ്റെ തന്നെ. ഇത് പോകുന്ന ഗുജറാത്ത് തെരുവിലേക്കുള്ള വഴിയാണ്. ആ കാണുന്ന ഹോട്ടൽ പ്രസിദ്ധമായ കുറ്റിച്ചിറ ബിരിയാണി സെൻ്ററാണ്. ഇത് കോഴിക്കോട് ബീച്ചാണ്. ബീച്ച് സൈഡിലുള്ള റോഡിലെ തിരക്കാണ്. ബീച്ച് സൈഡ് സജീവമാണ്. ഞായറാഴ്ച ആയതിനാൽ സജീവമായിട്ടുണ്ട്. നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ ബീച്ച് റോഡിലൂടെ രാത്രി റൈഡിന് ഇറങ്ങിയതാണ്. എല്ലാവിടെയും വാഹന ഗതാഗത തടസ്സം കാണുന്നുണ്ട്. ആളുകൾ ബീച്ചിൽ വന്നതുകൊണ്ട് തിരക്ക് കൂടുതലാണ്. ഈ ഏരിയത്തിൽ കുറവുണ്ട്. ഞാൻ സൗത്ത് ബീച്ചിൽ നിന്നും നോർത്ത് ബീച്ചിലെ സൗത്ത് ബീച്ചിലാണ് കൂടുതൽ ആളുകൾ. നോർത്ത് ബീച്ചിൽ ആളുകൾ വളരെ കുറവാണ്. എങ്കിലും കുറേ ആളുകൾ ബീച്ച് സൈഡിൽ ഇരിക്കുന്നുണ്ട്. കുടുംബസമേതം. കടകൾ ഇവിടെ കുറവാണ്. ഇത് നോർത്ത് ബീച്ചിലുള്ള തട്ടുകടകളാണ്. ബീച്ചിലേക്കുള്ള എൻട്രൻസാണ് ആ കാണുന്നത്. ഇത് കോഴിക്കോട് നോർത്ത് ബീച്ചിലെ തീർത്ഥ ബ്ലിസ് പാർക്കാണ്.
ബീച്ചിനോട് ചേർന്നുള്ള പാർക്കാണ്. ഇത് കോഴിക്കോട് ജില്ലയിലുള്ള കോഴിക്കോട് ബീച്ചിലുള്ള വെളിയിൽ ഫിഷ് ഹാർബർ. കോഴിക്കോട് ജില്ലയിലേക്ക് വേണ്ട മത്സ്യങ്ങൾ ഈ ഹാർബറിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത്. അവരുടെ ബോട്ടുകളാണ് ഈ കാണുന്ന ഫിഷ് ബോട്ടുകളാണ്. ഈ ഹാർബറിൽ ഞാൻ മുൻപ് പകൽ സമയം കുടുംബസമേതം വന്നിട്ടുണ്ട്. ഈ വെളിയിൽ ഹാർബർ കൂടാതെ പൊന്നാനി ഹാർബറിലും മക്കളെയും കൂട്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ട്. മക്കൾക്ക് ജീവിതാനുഭവം പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഹാർബറിലും അതുപോലത്തെ പൊന്നാനി ഹാർബറിലും പോയത്. അവിടെ വെച്ച് എങ്ങനെയാണ് മത്സ്യബന്ധനം നടത്തുന്നതെന്നും മത്സ്യബന്ധന തൊഴിലാളികളുടെ ജീവിതം എന്താണെന്നും മറ്റു കാര്യം ഞാൻ മക്കൾക്ക് നേരിട്ട് കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യങ്ങൾ ഈ ഹാർബറിൻ്റെ പരിസരത്ത് ഉണക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്തരം കാഴ്ചകളും മക്കൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. രാത്രി കാഴ്ചകൾ കാണാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത് മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന വലകളാണ്. അവ കൂട്ടിയിട്ട് മൂടി വച്ചിരിക്കുകയാണ്. ഇതാണ് മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ട്. ചെറുവള്ളങ്ങൾ. ഇത് കോഴിക്കോട് സൗത്ത് ബീച്ചിൻ്റെ നോർത്ത് സൈഡാണ്. ഇത് കോഴിക്കോട് ബീച്ചിലെ പഴയൊരു പാലമാണ്, കടൽ പാലമാണ്. അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇത് കാണുന്നത്. സൗത്ത് ബീച്ചാണ്. ആദ്യകാലങ്ങളിൽ കോഴിക്കോട് സന്ദർശിച്ചവർക്ക് ഈ പാലം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തൂണുകളാണ് ആ നിൽക്കുന്നത്. ചരിത്രത്തിൻ്റെ ചില അവശേഷിപ്പുകളാണ് ഈ കാണുന്ന തൂണുകൾ. ബീച്ച് സജീവമായിട്ടാണ്
ഇത് കോഴിക്കോട് സൗത്ത് ബീച്ച്, പ്രധാന ബീച്ചാണ്. ഇലക്ഷൻ കൗണ്ടിങ് ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയത്. ഇന്ന് ട്രെയിനിങ് ക്ലാസ് കഴിഞ്ഞു. നാളെ രാവിലെ 6 മണിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതിനാൽ നഗരത്തിൽ തന്നെ താമസിക്കാം എന്ന് കരുതി. അതിൻ്റെ ഭാഗമായി ഈ ബീച്ചിൻ്റെ സൗത്ത് ബീച്ചിൻ്റെ തുടക്കത്തിൽ ഒരു ലോഡ്ജിലാണ് ഇന്ന് ഞാൻ താമസിക്കുന്നത്. ബീച്ചിൻ്റെ രാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് ബീച്ചിന് സമീപത്ത് തന്നെ താമസിക്കാൻ തീരുമാനിച്ചത്. ഞായറാഴ്ച ആയതിനാൽ ബീച്ച് ഉത്സവ പ്രതീതിയായിട്ടാണ് കാണപ്പെടുന്നത്. ആളുകൾ കുടുംബസമേതം ഉല്ലസിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. വിവിധ തരം റൈഡുകളും ഭക്ഷണശാലകളും മറ്റും കൊണ്ട് സജീവമായുള്ള ഒരു ബീച്ച് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇന്ന് എവിടെ നോക്കിയാലും നൂജനെ VR-ൻ്റെ ലോകത്തിലേക്ക് നയിക്കുന്ന ഒരു കാഴ്ചയാണ്. കോഴിക്കോട് ബീച്ചിൻ്റെ സമീപമുള്ള തട്ടുകടകളാണ്. ആദ്യകാലങ്ങളിൽ വളരെ വൃത്തിഹീനമായ തട്ടുകടകളായിരുന്നെങ്കിൽ ഇന്ന് വളരെ ഹൈജീനിക്കായി വൃത്തിയുള്ള തട്ടുകടകളാണ് ഈ പരിസരത്ത് മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത്. വിവിധ തരം ഭക്ഷണങ്ങൾ ഇവിടെ നമുക്ക് ലഭിക്കും. ആർക്കും സ്വാദിഷ്ടമായ വിഭവങ്ങൾ ആസ്വദിക്കാനുള്ള ഒരു ഇടം കൂടിയാണ് ഇതെന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയാണ് ഇത്. കുട്ടികൾക്ക് വേണ്ടി പെയിൻറ്റിങ് ആണ് ഇവിടെ ചെയ്യുന്നത്. VR-ൻ്റെ മറ്റൊരു സെൻ്ററാണ്. ഇവിടെ നിരവധി VR-ൻ്റെ സെൻ്ററുകൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. ആ പിന്നിൽ കാണുന്നതും അതുപോലെ തന്നെ അങ്ങ് അകലെ കാണുന്നതെല്ലാം VR-ൻ്റെ ലോകമാണ്. ഇന്ന് നൂജൻ VR-ൻ്റെ ലോകത്താണ്. സാഹസികതകൾ മാത്രം ഇഷ്ടപ്പെടുന്ന യുവതയുടെ ഇഷ്ടവിനോദമാണ് VR. ഇത് തെരുവ് കലാകാരന്മാരാണ്. ഒരാൾ പാട്ട് പാടുന്നു, മറ്റൊരാൾ അതിനനുസരിച്ച് നൃത്തം ചെയ്യുന്നു. ചുറ്റും കാണികളുണ്ട്. കാണികൾക്ക് ഇഷ്ടമുള്ള സംഭാവന ഈ ബക്കറ്റിൽ നിക്ഷേപിക്കാവുന്നതാണ്.
തീരപ്പുകാലുണ്ട് തട്ടുന്ന പൊങ്ങാലുണ്ട് തീരപ്പുകാലുണ്ട് നല്ല തട്ടുന്ന താമരച്ചുണ്ട് കനകം വിളയുന്ന കൽവിൽ കതിരിട്ട മോഹത്തിൻ തേരിൽ കനകം വിളയുന്ന കൽവിൽ കതിരിട്ട മോഹത്തിൻ തേരിൽ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ഇടം മണൽ കൂട്ടിയിട്ട് ഒരു സ്റ്റേജ് പോലെ ആക്കിയിട്ട് ഉയരം കൂടിയ പ്രതലത്തിലാണ് അവർ കളിപ്പാട്ടങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതിമനോഹരമായ കാഴ്ചയാണ് ഇത്. കോഴിക്കോട് ആകാശവാണിയുടെ ഓഫീസാണിത്. ഓൾ ഇന്ത്യ റേഡിയോ കോഴിക്കോട് എന്ന ബോർഡ് കാണാൻ കഴിയും. ഈ തട്ടുകടകളിൽ നിന്നും ഭക്ഷണം വാങ്ങിയാൽ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട്. കോഴിക്കോട് ബീച്ച് ഫെസ്റ്റ് 2026 കാഴ്ചകളാണ് ഈ കാണുന്നത്. ബീച്ച് ഫെസ്റ്റിൻ്റെ ഭാഗമായി സരോവരം പാർക്കിൻ്റെ അവിടെ സംഗീത നിസ നടക്കുന്നുണ്ട്. അവിടെ നല്ല തിരക്കായതിനാൽ അകത്ത് പ്രവേശിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്നും തിരിച്ചു പോന്നു. സമയം രാത്രി 10:15. വല്യങ്ങാടിയിലെ
ബീച്ചിൻ്റെ സമീപമുള്ള പിസ്സക്കടയിലെ തിരക്കാണ് ഈ കാണുന്നത്. ഇപ്പോഴും നല്ല തിരക്കുണ്ട്. നല്ല രുചികരമായ പിസ്ത, മിൽക്ക് പിസ്തയാണ്. അതുകൂടാതെ അവിൽ മിൽക്ക്, പപ്പായ, അങ്ങനെ നിരവധി ജ്യൂസുകൾ ഇവിടെ കിട്ടും. വില വളരെ കുറവാണ്. ഒരു പിസ്ത മിൽക്കിന് 20 രൂപ മാത്രം കൊടുക്കേണ്ടതുള്ളൂ. നല്ല സ്വാദിഷ്ടം. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ ഈ രാത്രി സമയത്ത് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇത് ഗുജറാത്ത് തെരുവിൻ്റെ സൗത്ത് ബീച്ചിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. ഗുജറാത്ത് തെരുവിലൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ഇവിടെ പനന്നൊങ്ങ് ധാരാളമായി കിട്ടുന്നൊരു സ്ഥലമാണ്. മുൻപ് ഈ തെരുവിലൂടെ ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ആർട്ട് ഗാലറി, കേഫ് ഗാലറി ഉണ്ട്. ഗുദാം ആൻറ്റിക്വോ ആർട്ട് ഗാലറിയാണ്. ഇത് ഡിസൈൻ ആശ്രമം. ഇതൊരു ലോഡ്ജാണ്. ഇതിനകത്ത് ആദ്യകാലങ്ങളിൽ ഗുജറാത്ത് കുടുംബങ്ങളായിരുന്നു. 5ഓളം ഗുജറാത്ത് കുടുംബങ്ങൾ താമസിച്ച ഒരു ലോഡ്ജാണ്. ഇതിനകത്ത് ഞാൻ പകൽ പോയിട്ടുണ്ട്. അതിലെ കാഴ്ചകൾ മുൻപ് പകർത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നിലവിൽ അതിനകത്ത് ഒരു ഗുജറാത്ത് കുടുംബം മാത്രമേ താമസിക്കുന്നുള്ളൂ. ബാക്കി മറ്റൊരു വ്യക്തി അത് വാടകയ്ക്കെടുത്ത് അത് ലോഡ്ജാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് ഗുജറാത്ത് തെരുവിൻ്റെ മറ്റൊരു ഭാഗമാണ്. മുൻപ് കണ്ട ആൻറ്റിക്വോ കേഫിനകത്ത് പഴയകാലത്തെ റേഡിയോകൾ, ക്യാമറകൾ, മുൻകാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. സംഗീതോപകരണങ്ങൾ ഉൾപ്പെടെ നമുക്കതിനകത്തിരുന്ന് പാട്ട് പാടാനുള്ള ഒരു മുറിയുണ്ട്. എല്ലാ സൗകര്യവും അതിനകത്ത് നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്കതിനകത്ത് കയറിയാൽ ഭക്ഷണത്തിന് വില കൂടുതലാണ്. ഞാൻ അവിടെ പോയിട്ട് ഒരു പ്രാവശ്യം പോയി ചായ കുടിച്ചിരുന്നു. ഒരു ചായക്ക് 50 രൂപ കൊടുക്കേണ്ടി വന്നു. പക്ഷേ 50 രൂപ കൊടുത്തെങ്കിലും അതിനകത്തെ കാഴ്ചകൾ 500 രൂപയുടെ കാഴ്ചകളാണ് എനിക്ക് മനസ്സിലായത്. അതിനകത്തൊരു പ്രത്യേക ലോകമാണ്. AC റൂമിലിരുന്നുകൊണ്ട് നല്ല കാഴ്ചകളാണ് എനിക്ക് കിട്ടിയത്. അതുകൂടാതെ ഞാൻ നിരവധി ആൻറ്റിക്വോ ഷോപ്പുകളിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും അവിടെ ഒന്നും കാണാത്ത പല വസ്തുക്കളും, പഴയ സാധനങ്ങളും എനിക്ക് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞു. ഞാൻ 2 പ്രാവശ്യമാണ് ഇതിനകത്ത് പോയത്. 2ാമത്തെ പ്രാവശ്യം പോയപ്പോൾ ചായ കൂടാതെ ജ്യൂസ് മറ്റു കാര്യങ്ങൾ കഴിച്ചിരുന്നു. വില 3 ഇരട്ടിയാണെങ്കിലും പക്ഷെ അതിൻ്റെ കാഴ്ചകൾ എന്നെ അത്ഭുതപ്പെടുത്തിയതുകൊണ്ട് വീണ്ടും അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു.
ഗുജറാത്ത് തെരുവിലെ ഇതൊരു ഗുജറാത്ത് കുടുംബം താമസിച്ച വീടാണ്. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന വീട്. ഇന്ന് ഇവിടെ ഈ തെരുവിനകത്ത് ഗുജറാത്ത് കുടുംബങ്ങൾ വളരെ കുറച്ചുള്ളൂ. പഴയ വീടുകളെല്ലാം നാശമുഖമായി കിടക്കുന്നു. ചെറിയ കോഫി ഷോപ്പുകളും മറ്റുമാണ്. ഗുജറാത്ത് തെരുവ് വിജനമാണ്. നാശമുഖമായി കിടക്കുന്ന പഴയ കെട്ടിടങ്ങൾ. എന്നാൽ അവയിലെല്ലാം ഇന്ന് തുണിക്കടകളാണ് കാണുന്നത്. പക്ഷേ അതിലൊന്നും ആളുകൾ വരുന്നതായി കാണുന്നില്ല. വളരെ മലിനമായി കിടക്കുന്ന ഒരു തെരുവാണ്. കെട്ടിടങ്ങൾ ദ്രവിച്ച് കിടക്കുന്നു. അവിടെ കാണുന്ന ഒരു കോഫി ഷോപ്പാണ് ആ കോർണറിൽ. അവിടെ യുവാക്കൾ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു തുണിക്കടയാണ്, ന്യൂജൻ തുണിക്കടയാണ്. എങ്കിലും ഇവിടെ ആളുകൾ ആരെയും, കസ്റ്റമേഴ്സ് ആരെയും കാണുന്നില്ല. ഗുജറാത്ത് തെരുവ് തുടങ്ങുന്ന ഭാഗം ഇതാണ്. ഇവിടെ ഒരു കോഫി ഷോപ്പുണ്ട്. ആ കോഫി ഷോപ്പിൻ്റെ അപ്പുറത്ത് പ്രസിദ്ധമായ കുറ്റിച്ചിറ ബിരിയാണി സെൻ്ററാണ് ഉള്ളത്. ഏത് സമയം ഇവിടെ ജനങ്ങൾ സജീവമാണ്. ഒരു പ്രത്യേക വൈബാണ് ഈ പ്രദേശത്ത് നമുക്ക് ലഭിക്കുക. പുതുതലമുറയുടെ ഒരു വിഹാര കേന്ദ്രമായിട്ടാണ് ഞാനിവിടെ കാണുന്നത്. ഇത് സൗത്ത് ബീച്ചിൻ്റെ സൗത്ത് എൻഡിലുള്ള കവാടമാണ്. ഇവിടെ നിന്നാണ് ബീച്ച് ആരംഭിക്കുന്നത്. സമയം രാത്രി 11 മണി കഴിഞ്ഞു. ഇപ്പോഴും ബീച്ചിൻ്റെ സമീപം ആളുകൾ സജീവമായിട്ടുണ്ട്. കുടുംബസമേതം എല്ലാവരും ആഘോഷിക്കുന്നു. വിദേശ രാജ്യത്തെ പോലെ തന്നെ ഇവിടെയും രാത്രികാലങ്ങൾ സജീവമാവുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്.
സമയം 11 മണി കഴിഞ്ഞ് 11:20 ഇപ്പോഴും ബീച്ച് സജീവമാണ്. ആ കാണുന്നത് പാരഗൺ ഹോട്ടലാണ്. പ്രശസ്തമായ ബിരിയാണി സെൻ്ററാണ് പാരഗൺ ഹോട്ടൽ. ആളുകൾ ഇപ്പോഴും ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ വന്ന് കൊണ്ടിരിക്കുന്നു. ഒരു കച്ചവടക്കാരനാണ്. ഇത്തരം കച്ചവടക്കാർ ഈ നടവഴിയുടെ ഇരുവശത്തും കാണാൻ കഴിയും. വിദേശ രാജ്യങ്ങളെപ്പോലെ തന്നെ രാത്രികാലങ്ങളിൽ ലൈവാക്കുന്ന ഒരു സംസ്കാരത്തിലേക്കാണ് കേരളം മാറിക്കൊണ്ടിരിക്കുന്നത്. അത് പുതുതലമുറ മാത്രമല്ല, പഴയ ആളുകൾ പോലും അതിലേക്ക് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിനുള്ള തെളിവാണ് ഈ ബീച്ചിൻ്റെ പരിസരം. കോഴിക്കോട് നഗരത്തിലുള്ള ആളുകളെല്ലാം ആഘോഷിക്കാൻ വരുന്ന ഇടമാണ് ബീച്ച് സൈഡ്, കടൽ തീരം. രാത്രി ഇത്ര വൈകിട്ട് പോലും ആളുകൾ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല. ഞായറാഴ്ച അവർ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. അവിടെ കുട്ടികൾ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകൾ ഇവിടെ ചുറ്റും കൂടിയിരിക്കുന്നു. ഈ കാഴ്ച കാണുമ്പോൾ ഗോവയിലെ രാത്രികാല കാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നു. 2 മാസം മുൻപ് ഞാൻ ഗോവ സന്ദർശിച്ചപ്പോൾ കണ്ട രാത്രി കാഴ്ചകൾ പോലെയാണ് എനിക്ക് കോഴിക്കോട് ബീച്ചിലെ ഈ രാത്രി കാഴ്ച തോന്നുന്നു. രാത്രി 11:30 കുട്ടിയുടെ കളി നിർത്തിയിട്ടില്ല. അവൻ്റെ സൃഷ്ടികൾ ഓരോന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ ഞാൻ മകനെ കൂട്ടിയിട്ട് പുഴയിൽ പോയാൽ ആ മകൻ ചെയ്യുന്ന അതേപോലെയാണ് ഈ കുട്ടിയിലും ഞാൻ കാണുന്നത്. സമയം 11:30. ഇപ്പോഴും 11:30 കഴിഞ്ഞു. ഇപ്പോഴും ബീച്ച് സൈഡ് സജീവമാണ്. കൂടുതലും ഇവിടെ കാണുന്നത് യുവതി യുവാക്കളാണ്. കാമിതാക്കളായാണ് കാണാൻ കഴിയുന്നത്. ഓരോ കോഴ്സിനും ജോലിയുടെ ഭാഗമായി എത്തുന്ന യുവതി യുവാക്കൾ രാത്രി സമയങ്ങളിൽ ചിലവഴിക്കുന്ന ഇടമാണ് ബീച്ചുകൾ. അതിൻ്റെ നേർക്കാഴ്ചയാണ് ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് കോഴിക്കോട് സൗത്ത് ബീച്ചിലെ രാവിലെ 6 മണിക്കുള്ള കാഴ്ച. ഇന്നലെ രാത്രി ഉറങ്ങിപ്പോയ ഒരാളെയാണ് അവിടെ കാണുന്നത്. അത് രാവിലെ തന്നെ കുടുംബാംഗങ്ങൾ വന്ന് ബീച്ചിൽ ചിലവഴിക്കുന്നു.
പഴയൊരു പാലത്തിൻ്റെ അവശിഷ്ടമാണ് അവിടെ കാണുന്നത്. പാരഗൺ ഹോട്ടൽ.